10 രൂപയ്ക്ക് മുകളിലേക്ക് കുതിച്ച മുട്ടവില താഴ്ചയിലേക്ക് പതിക്കുന്നു. സംസ്ഥാനത്ത് കോഴിമുട്ട വിലയിൽ വൻ ഇടിവ്. വിലയിറക്കത്തിന് ഇപ്പോൾ വില്ലനാകുന്നത് കനത്ത ചൂടും പശ്ചിമേഷ്യൻ യുദ്ധവുമാണ്. മുട്ടച്ചോറ്, ഓംപ്ലേറ്റ്, ബുൾസേ, കേക്ക്, ഇനി എന്തു വേണമെങ്കിലും ഉണ്ടാക്കാം. യുദ്ധം അവിടെയാണെങ്കിലും ഇവിടെയാണ് തിരിച്ചടി. സാധാരണക്കാരെ തകർക്കുന്ന സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ, വിലക്കയറ്റം കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കുകയാണ് ഒരു വശത്ത്. അതുപോലെ വില ഇറക്കവും താളം തെറ്റിക്കുകയാണ് കർഷകരെ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ധനക്ഷാമവും എണ്ണവിലയും വർദ്ധിച്ചു. ഇതോടെ അവശ്യ സാധനങ്ങളുടെ വില ഉയരുകയും കാര്യമായ മാറ്റങ്ങളും ഉണ്ടായി. LPG ലഭ്യത കുറഞ്ഞതോടെ സാധാരണക്കാരെയും വ്യാപാരികളെയുമാണ് ഇത് കാര്യമായി ബാധിച്ചത്. ഒപ്പം കർഷകരെയും. പാചകവാതക ലഭ്യതക്കുറവിനെ തുടർന്ന് ഭക്ഷണശാലകൾ പൂട്ടിയതോടെ ഇറച്ചി വ്യാപാരത്തിൽ വന്നിടിവാണ് ഉള്ളത്. കോഴിയിറച്ചി, പച്ചക്കറി, മുട്ട എന്നീ സാധനങ്ങളുടെ കച്ചവടം കുത്തനെ കുറഞ്ഞെന്ന് വ്യാപാരികളും പറയുന്നു. അതെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത് മുട്ടക്കർഷകർ തന്നെയാണ്. സംസ്ഥാനത്ത് കോഴിമുട്ട വിലയിൽ വന്നിടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. മാസങ്ങൾക്ക് മുമ്പ് 10 രൂപയ്ക്കും അതിനു മുകളിലേക്കും കുതിച്ചിരുന്നു ഈ മുട്ടവില. എന്നാൽ ഇപ്പോൾ വിലയിൽ വലിയ താഴ്ചയാണ് രേഖപ്പെടുത്തുന്നത്. അതായത് നിലവിൽ വളരെ കുറഞ്ഞ നിരക്കിൽ മുട്ടകൾ വാങ്ങി കഴിക്കാമെന്ന് സാരം. കോഴിയിറച്ചി വിലയും കുറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കോഴിമുട്ടയുടെയും വില കുത്തനെ താഴോട്ടിറങ്ങുന്നത്. LPG സിലിണ്ടർ ക്ഷാമവും സംസ്ഥാനത്തെ ചൂട് വർദ്ധിക്കുന്നതുമാണ് കോഴി വിപണിയിൽ തിരിച്ചടിയായിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ നിലവിൽ ഒരു കോഴിമുട്ടയ്ക്ക് 5 രൂപയാണ് ഈടാക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ 6 രൂപയ്ക്ക് മുകളിലും പൈസ എത്തിയിരുന്നു. പിന്നീട് മാസങ്ങൾക്കിപ്പുറമാണ് കോഴിമുട്ടയുടെ വില 5 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും വില കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉൽപാദനം വർദ്ധിച്ചതും തൈപ്പൂയ ആഘോഷവുമൊക്കെയായിരുന്നു വിലയിറക്കത്തിനുള്ള തുടക്കത്തിലെ കാരണം. എന്നാൽ ഇപ്പോൾ വില്ലനാകുന്നത് ചൂടും LPG സിലിണ്ടർ ക്ഷാമവുമാണ്. ചൂട് കൂടിയതോടെ ഫാമുകളിൽ കോഴികൾ കൂട്ടമായി ചത്തൊടുങ്ങുന്നുണ്ട്. ഇതാണ് വിലയിറക്കത്തിന് പ്രധാന കാരണമെന്ന് പറയുന്നു. കൂടാതെ LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ പല ഹോട്ടലുകളും ഇന്ധനക്ഷാമം രൂക്ഷമാണ്. വരുന്ന ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതും മുട്ടയുടെ ഡിമാൻഡ് കുറച്ചു. സംസ്ഥാനത്തെ കോഴിയിറച്ചി വിലയിലും വലിയ മാറ്റമാണ് സംഭവിച്ചത്. കിലോയ്ക്ക് 100ഉം 110ഉമാണ് നിലവിലെ വില. ഇതേ സ്ഥിതി തുടർന്നാൽ കോഴിയിറച്ചി, കോഴിമുട്ട വിലകൾ ഇനിയും കുറയുമെന്ന് കർഷകരും വ്യാപാരികളും പറയുന്നു. അപ്പോഴും ആശങ്കകൾ ബാക്കിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.